നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച വയോധികൻ മരിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി അയൽവാസി. വേലായുധന്റെ അയൽവാസി സീനയാണ് സമീപത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസിനെ അറിയിക്കാതെ CPM പ്രവർത്തകർ അതെടുത്ത് മാറ്റിയതായും ഇവർ പറയുന്നു. സംഭവം ആരോടും പറയാതിരുന്നത് ഭയന്നിട്ടാണെന്നും സഹികെട്ടാണ് തുറന്നു പറയുന്നത് എന്നും ഇവർ പറയുന്നു. ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് പാർട്ടിയോടുള്ള അപേക്ഷ. ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. ഇത്തരക്കാരെ നേതൃത്വം നിയന്ത്രിക്കണമെന്നും സീന പറഞ്ഞു. കണ്ണൂർ എരഞ്ഞോളി കൂടക്കളം സ്വദേശി വേലായുധനാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി മരിച്ചത്. ഒഴിഞ്ഞ പറമ്പിൽ തേങ്ങയെടുക്കാൻ പോകുന്നതിനിടയിലാണ് ബോംബ് പൊട്ടിയത്. വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു. സണ്ണി ജോസഫ് MLA അടിയന്തര പ്രമേയത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത്തരം സംഭവങ്ങൾ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ബോംബ് സ്ഫോടനം സംബന്ധിച്ച CPM ജില്ലാ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും എല്ലാം അറിയാമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിലാണ് ബോംബ് നിർമ്മാണം. തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണോ സ്ഫോടനമെന്ന സംശയമുണ്ടെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സ്വാധീനമുള്ള ക്രിമിനലുകളാണ് കണ്ണൂരിലുള്ളതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ ഇപ്പോൾ സ്വർണ്ണക്കടത്തിന് പോകുന്നു. പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് ചെങ്കൽ ഖനനം നടക്കുന്നു. കണ്ണൂരിനെ അശാന്തിയിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ CPM ശ്രമിക്കുന്നു. പാർട്ടിയിലെ അന്തചിത്രം ഉറച്ചുവെക്കാനാണ് സ്ഫോടനമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും K. സുരേന്ദ്രൻ പറയുന്നു. സ്ഫോടനം പാർട്ടി തീരുമാനപ്രകാരമാണോ എന്നും ആരാണ് ഇതിനു പിന്നിലെന്നും അന്വേഷണം വേണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.